ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയിൽ വരുന്നൊരു മട്ടൻ കറിയുടെ റെസിപ്പിയും പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറുക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഒരു ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയുള്ള ഒരു മാരിനേഷൻ ഒന്ന് ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ അതവിടെ ലെഗ് പീസും പിന്നെ എല്ലോട് കൂട്ടിയിട്ടുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പ്ലസ് നോർമൽ ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ ഏകദേശം ഒരു കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ, ക്ലീൻ ചെയ്തതിന് ശേഷം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് കൊടുത്താലും മതി. ആ ഒരു മസാലയൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ആ ഒരു ചിക്കനിലോട്ടൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഇതിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ ആ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു മട്ടൻ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് കുക്കറിലേക്ക് 1 കിലോ മട്ടനാണ് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്താണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ആദ്യം വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേറൊരു കടായിൽ മസാലയൊക്കെ വഴറ്റിയിട്ട് അതിലൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും കേട്ടോ. അപ്പം കറിക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ ഞാൻ 1 കിലോ മട്ടനിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. വേണമെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം, അടിക്കൊക്കെ പിടിച്ചു പോകുമോ അല്ലെങ്കിൽ കരിഞ്ഞു പോകുമോ എന്നൊക്കെ ഉള്ള പേടിയുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം വേണമെങ്കിൽ ചേർത്തെടുക്കാം. പിന്നെ എനിക്ക് വലിയ ടെൻഷനില്ല, കാരണം ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വെള്ളം കാണും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഒന്ന് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ടൊന്ന് വെക്കുന്നുണ്ട്. ഒരു 3-4 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. മട്ടൻ്റെ മുറ്റനുസരിച്ചിട്ട് വേണം ആ ഒരു പ്രഷർ കൊടുക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം മുറ്റുള്ള മട്ടൻ തന്നെയായിരുന്നു, അതായത് ഒരുപാടല്ല എങ്കിലും അത്യാവശ്യം വേവുള്ള മട്ടനാണ്. അപ്പോൾ ഞാൻ ഒരു 3-4 വിസിലിട്ട് അടുപ്പിച്ചങ്ങ് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷറൊന്ന് പെട്ടെന്ന് കളയും കേട്ടോ. അതുകൊണ്ടാണ് ഒരു 4 പ്രഷറൊക്കെ കൊടുത്തെടുത്തിട്ടുള്ളത് തന്നെ. പിന്നെ ഇതിലേക്ക് വേണ്ടി ഒരു 3-4 സവാള വരേക്കാകാം. 3 നല്ല വലിപ്പമുള്ള ഒരു മീഡിയം സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 വരേക്കാകാം. തീരെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒരു 4 ഒക്കെ എടുക്കാം. അപ്പോൾ ഞാനതൊരു മീഡിയം സൈസിലുള്ള 3 സവാളം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം സ്ലൈസ് ആക്കിയിട്ടൊന്ന് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു മട്ടനൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഈ സവാളയൊക്കെ ഒന്ന് വഴിച്ചെടുക്കാം. എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. നമുക്ക് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളത് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 3 സവാള ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണേ. എപ്പോഴും നമ്മൾ ഈ ഒരു മട്ടൻ കറിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം തയ്യാറാക്കാൻ. അപ്പോൾ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക തരം ഫ്ലേവറും ടേസ്റ്റും ഒന്നും കൂടെ ഒന്ന് നല്ലതായിരിക്കും. അത് ആ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താലും സവാള ഒന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് മാത്രം അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അതൊന്ന് അടച്ചൊന്ന് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടൊന്ന് ആക്കിയിട്ടൊന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ എപ്പോഴും നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ ഒരു ചിക്കനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴല്ലോ എപ്പോഴും നമ്മൾ എല്ലോട് കൂടിയിട്ടുള്ള പീസ് ചിക്കൻ ഫ്രൈക്ക് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റെഡിയാക്കാം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ട് പിന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. അപ്പോഴേ ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പുറം ഭാഗം മാത്രം കളറായിട്ട് ഉള്ളിൽ ചിലപ്പം കുക്കാവാണ്ടിരിക്കും. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇടയ്ക്കൊന്ന് നമുക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് ആ ഒരു സവാള ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് തന്നെ ആ ഒരു കുക്കറിൽ നിന്നുള്ള പ്രഷറൊക്കെ വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഉടനെ അതിലേക്ക് ഇങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്കൊരു 3 തൊണ്ടൻ മുളക് ഞാൻ എടുക്കുന്നുണ്ട്. 4 സാധാരണ പച്ചമുളകും 2-3 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഒരു പീസ് ഇഞ്ചി, 10-15ഓളം ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് മാറ്റി ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതും നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞു വരണേ.
മട്ടൻ ഒരുപാടങ്ങ് വെന്തൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ജസ്റ്റ് ഒന്നൊരു 3/4 ഭാഗത്തോളം മാത്രമേ വേവായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇനി ഒരു പാനിലിട്ടിരുന്ന് റെഡിയാക്കി എടുത്താൽ മതിയാക്കും. അപ്പോൾ ഒരു മസാലയൊക്കെ നന്നായിട്ട് മട്ടനിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ തന്നെ കറി വയ്ക്കുമ്പോഴുണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഞാൻ ആ ഒരു സവാളയൊക്കെ ഒന്ന് വഴിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അതിനുശേഷം മാത്രം നമുക്ക് മട്ടൻ ചേർത്ത് കൊടുത്താൽ മതിയാകും. ചിക്കൻ ഒരു സൈഡൊന്നായി വന്ന സമയത്ത് ഞാൻ തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ വെച്ചെടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാ വശവും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കി കിട്ടിക്കോളും. ഇനിതാ ഇതിലേക്കുള്ള പൊടികളാണ്. 1 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പിരിയൻ മുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ പൊടിച്ച് വെച്ചത്. അതിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി എപ്പോഴും ഞാൻ കറികൾക്ക് കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ. പേരിന് നിർബന്ധമില്ല എങ്കിലും കുറച്ച് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തത്. പെരുംജീരകത്തിൻ്റെ പൊടി തന്നെയാണ് കൂടുതലും ഞാൻ എപ്പോഴും കറികൾക്ക് ഈ മട്ടൻ ചിക്കൻ ഇങ്ങനെയുള്ള കറി ഐറ്റംസിനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ സാമ്പാറിൽ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണല്ലോ. അപ്പോൾ നമ്മൾ മുളക് വറുത്തരച്ച് വയ്ക്കുന്ന മീൻ കറിക്കും നമ്മൾ സ്പെഷ്യലായിട്ട് കൂടുതലായിട്ട് ഈ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. സാമ്പാറിന് മല്ലിപ്പൊടി അതൊക്കെ അതിൻ്റെ ഒരു മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പം അങ്ങനെയൊക്കെ ചേർക്കുന്ന കറികളിൽ മാത്രമാണ് മല്ലിപ്പൊടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മളിങ്ങനെ ചിക്കൻ മട്ടൻ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ ഈ ഒരു പൊടികളെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ച ചോയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതായത് മട്ടനിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല, ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു വെള്ളത്തോട് കൂടുതൽ നമുക്ക് ആ ഒരു മസാലക്കൂട്ടിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടെ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു മട്ടൻ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് ഒന്നും കൂടെ കറി നല്ലോണം കുറുകി കിട്ടും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 1/2 കപ്പോളം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മട്ടൻ വേവിച്ചിട്ടുള്ള ഒരു കുക്കറിൽ തന്നെയാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർക്ക് ഇതിലോട്ട് അങ്ങ് കിട്ടുമല്ലോ. അപ്പോൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒരു മസാലയും മട്ടനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. മട്ടൻ വെന്തിട്ടില്ല, നമുക്ക് കുറച്ച് ടൈമും കൂടെ ഒരു 20 മിനിറ്റും കൂടെ മട്ടൻ വേവിക്കേണ്ടതുണ്ട് കേട്ടോ. ഇതൊരു 3/4 ഭാഗത്തോളം മാത്രമാണ് മട്ടൻ റെഡി ആയിട്ടുള്ളത്. എപ്പോഴും വേവിച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് എല്ലാം കൂടെ ഇളക്കി വെക്കുന്നുണ്ട്. ഇപ്പം തന്നെ കാണാനൊക്കെ ഒരു നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്ലെയിം കുറച്ചൊരു 20-25 മിനിറ്റ് ഇട്ടൊന്ന് റെഡിയാക്കി എടുത്താലും മതി. കുറച്ചും കൂടെ ഒക്കെ ഗ്രേവി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും വെള്ളം തിളപ്പിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അടച്ചൊന്ന് ഫ്ലെയിം കുറച്ചൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അതൊരു 10-25 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ, ഒന്ന് റെഡിയായി വരട്ടെ. പിന്നെ ഇതിനിടയ്ക്ക് ചിക്കനും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റണം. ഒരു നാടൻ ചിക്കൻ ഫ്രൈൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് അരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു മസാല ഒന്ന് പുരട്ടി ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഒരു ചിക്കൻ ഫ്രൈക്ക്. അവസാനം നമ്മൾ ഈ ഒരു ചിക്കൻ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്തുണ്ടല്ലോ 1-2 തണ്ട് കറിവേപ്പിലയും പിന്നെ പച്ചമുളക് 2 മുറിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഫ്ലേവർ ഒന്ന് ബെറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ആ ഒരു ചിക്കൻ ഫ്രൈ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒരു എണ്ണയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് വയ്ക്കാം കേട്ടോ. അത് ഫ്രൈ റെഡി ആയിട്ടുണ്ടേ. നമുക്ക് അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും. ഒരു ഞായറാഴ്ചത്തെ ഒരു ലഞ്ചാണ് കേട്ടോ കാണിക്കുന്നത്. ഞായറാഴ്ചയാണ് ഇവിടെ കൂടുതലും മട്ടൻ വാങ്ങിക്കുന്നത്. ഇവിടെ ഞായറാഴ്ച മാത്രമേ മട്ടൻ സാധാരണ കിട്ടാറുള്ളൂ. വല്ലപ്പോഴൊക്കെ നമ്മൾ ഇടയ്ക്ക് വേറെ ഇവിടെ നിന്ന് വാങ്ങിക്കും. അല്ലാതെ പൊതുവേ ഇവിടെ ഞായറാഴ്ച സൺഡേ മാത്രമാണ് മട്ടൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് മട്ടൻ കറിയും ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചത്. എന്തോ ഒരു വിശേഷ ദിവസമായിരുന്നു ഒന്നും, പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു ഓർമ്മയില്ല. കുറേ നാൾ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ എല്ലാം ഞാൻ ഒന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇവിടെ മട്ടൻ കറി നമുക്ക് നോക്കാം സെറ്റായിട്ടുണ്ടോ എന്ന്. അവസാനം ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതങ്ങനെ തന്നെ ഉണ്ട്. നന്നായിട്ട് നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞൊന്ന് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു പ്രത്യേക മൊഞ്ചാണ് കേട്ടോ ഒരു മട്ടൻ കറി. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് രമ്പയിലേക്ക് ചേർത്തെടുക്കാം. ഫ്ലേവർ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടിയുണ്ട്, അതിൽ നിന്ന് കുറച്ച് ഒരു ഒന്നിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. കുറച്ച് രമ്പയിലയും കുറച്ച് മല്ലിയിലേക്ക് അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മട്ടൻ കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവർക്ക് ഒന്നും കൂടെ ഒന്ന് നല്ലതാൻ വേണ്ടിയിട്ട് അവസാനം ഇതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള നെയ്യാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന നെയ്യായിരുന്നാലും മതി. അതിൽ നിന്നൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒന്നും കൂടെ ഒന്ന് ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ച് ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാനത് ഒന്ന് എണ്ണയിലേക്ക് ഒന്ന് ഇട്ടിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ആയി വരണം. കറി റെഡിയാണ്, അതുപോലെ തന്നെ ഇതാ ഫ്രൈ റെഡിയാണ്. നെയ്ച്ചോറ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചു കേട്ടോ. എൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല, നമ്മൾ ഓൾറെഡി കുറേ തവണ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ അത് അവസാനം വീണ്ടും ഞാൻ കുറച്ചും കൂടെ ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ. വേറെ ഇതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും ചേർക്കാറില്ല. ഈ ഒരു മസാല തന്നെയാണ് ഞാൻ ബിരിയാണി മസാലയായിട്ടും ഉപയോഗിക്കുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ളൊരു മസാല ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അത് അവസാനം ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോർമൽ മട്ടൻ കറിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ മട്ടൻ വേവിക്കുന്ന സമയം കൊണ്ട് ഒരു സമയ ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ മട്ടൻ കുക്കറിൽ പ്രഷർ ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുന്നു. പിന്നെ നമ്മളിതൊക്കെ വഴിച്ചിട്ട് പിന്നെ നമ്മളൊന്നും കൂടെ ഒരു 10-20 മിനിറ്റോളം മട്ടൻ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ഒരു മസാലയുടെ ഫ്ലേവറൊക്കെ മട്ടനിലോട്ടൊന്ന് കിട്ടുകയും ചെയ്യും. മട്ടൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഒരു മസാലയിലോട്ടൊന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും കറി റെഡിയായിട്ടുണ്ട്. ഈ ഒരു കറി ഉണ്ടല്ലോ നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷൻ. എല്ലാത്തിൻ്റെ കൂടെ കോംബോയാണ്, എങ്കിലും ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. നല്ല ചൂട് മൊരിഞ്ഞ പൊറോട്ടയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. സെക്കൻഡ് ബാച്ച് ചിക്കനും ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഞാൻ. ഇതപ്പോൾ എല്ലാം റെഡിയാണ് കേട്ടോ. നെയ്ച്ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, റെഡി ആവുന്നുണ്ട്. അപ്പോൾ മോന് ലഞ്ച് കൊടുത്ത് വിടണമായിരുന്നേ. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ റെഡി ആക്കിയിട്ടുള്ളതാണ്, ഉച്ചയ്ക്ക് തന്നെയാണ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ലഞ്ച് ബോക്സിലോട്ട് നല്ല ചൂട് നെയ്ച്ചോറും നല്ല മുരുമുരാന്ന് പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഫ്രൈയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ലെമൺ ഡേറ്റ്സ് പിക്കിളുണ്ടായിരുന്നു, അതും വെച്ച് കൊടുത്തു. പിന്നെ ഒരു മട്ടൻ കറി സെപ്പറേറ്റ് ഒരു കറി പാത്രത്തിലോട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പൈനാപ്പിളും എല്ലാം കൂടെ വെച്ചിട്ടൊന്ന് പാക്ക് ചെയ്ത് അതൊന്ന് റെഡിയാക്കുന്നുണ്ട്. ഇത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി എടുത്ത പ്ലേറ്റാണ് കേട്ടോ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.